മുത്തങ്ങ ഭൂസമരവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവ് വിധിച്ചു. കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ് എം അയൂബ് ഖാൻ പത്തനാപുരമാണ് വിധി പ്രസ്താവിച്ചത്. എം കമൽ വിവരങ്ങളുമായി ചേർന്നു. കമൽ, പോലീസുകാരനായ വിനോദ് മരിച്ച സംഭവത്തിൽ വെറുതെ വിടുകയും ഒപ്പം മറ്റൊരു പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ 5 വർഷം ശിക്ഷ നൽകുകയുമാണല്ലോ ചെയ്തിട്ടുള്ളത്. എന്താണ് കോടതി നിരീക്ഷിച്ചത്? വിവരങ്ങൾ എന്ത്? മോത്തി ഇന്ന് ഈ വിധി പ്രസ്താവിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിനോദനെ കൊലപ്പെടുത്തിയ കേസായിരുന്നു. മുത്തങ്ങ സംഘർഷവും അതിനെ തുടർന്നുണ്ടായ വെടിവെപ്പും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടെ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ആ കേസിൽ ഈ എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. അതേസമയം മരിച്ചുപോയ പ്രതിപട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള ഒരു പ്രതി ഈ വിനോദിനെ കുത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രതി മരിച്ചുപോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ പ്രതികളെയും ഈ കേസിൽ വെറുതെ വിട്ടു. അതേസമയം അന്ന് തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ഈ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും അതുപോലെ 10,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിധിയിലൊക്കെ കോടതി ഈ സമരത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യവും സാമൂഹ്യ അന്തരീക്ഷവും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സാമൂഹ്യ സാഹചര്യവും അന്തരീക്ഷവുമാണ് ഇത്തരം സമരങ്ങളിലേക്ക് നയിക്കുന്നത്. ചിലർക്ക് സമരം തീവ്രവാദമായി തോന്നാം, മറ്റു ചിലർക്ക് അത് സ്വാതന്ത്ര്യ സമരമാകുമെന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണം കൂടി ഈ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് പ്രധാനമായി നിരവധി നിരീക്ഷണങ്ങളാണ് ഇന്നേ ദിവസം കോടതി നടത്തിയത്. വിനോദ വധക്കേസിൽ പ്രതി ഗീതാനന്ദനെ വെറുതെ വിട്ടതിനോട് അടക്കം അപ്പീൽ പോകുമെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്.